പല വിദ്യാർത്ഥികളുടെയും ആഗ്രഹമാണ് ഒരു പൈലറ്റ് ആവുക എന്നുള്ളത്. പക്ഷെ പലർക്കും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ ഒന്നും ഉണ്ടാവണമെന്നില്ല. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമിയിൽ നിന്നും എങ്ങനെ ഒരു CPL കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് നേടാം, ഏതൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമിയിലേക്കുള്ള ആപ്ലിക്കേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. UP-യിലെ അമേത്തിയിലാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓൺലൈനായി അപ്ലൈ ചെയ്യുന്നതിനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് മെയ് 2 ഇതൊരു ISO സർട്ടിഫിക്കേഷനുള്ള ഫ്ലൈയിങ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആകെ 125 സീറ്റുകളാണുള്ളത്. ജനറൽ കാറ്റഗറിക്ക് 49, SC വിഭാഗത്തിന് 19, ST വിഭാഗത്തിന് 10, OBCക്ക് 34, EWSന് 13 എന്നിങ്ങനെയാണ് സീറ്റുകൾ വീതം വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 വർഷമാണ്. 17 വയസ്സും അതിനു മുകളിലുള്ളവർക്കും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എലിജിബിലിറ്റി എന്താണ് എന്ന് നോക്കാം. ജനറൽ കാൻഡിഡേറ്റ്സിന് +1, +2 കാലയളവിൽ ഇംഗ്ലീഷ്, മാത്സ്, ഫിസിക്സ് എന്നിവ പഠിച്ച് മിനിമം 50% മാർക്ക് നേടിയിരിക്കണം. SC, ST, EWS, OBC കാൻഡിഡേറ്റ്സ് അവർ നോൺ ക്രീമി ലെയർ വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ ഇംഗ്ലീഷ്, മാത്സ്, ഫിസിക്സ് എന്നിവ മിനിമം 45% മാർക്കോടെ പാസ്സായിരിക്കണം. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള അഡ്മിഷനുള്ള മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന് 28 വയസ്സും OBC വിഭാഗത്തിന് 31 വയസ്സും SC, ST വിഭാഗത്തിന് 33 വയസ്സുമാണ് എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക. നിങ്ങൾ CPL എന്ന് പറയുന്ന പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ BSc ഏവിയേഷൻ എന്ന് പറയുന്ന ഡിഗ്രിക്കും ഒരേ സമയം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നിലവിൽ അവിടെ 40 സീറ്റുകൾ ലഭ്യമാണ്. 80 സീറ്റാകാനുള്ള സാധ്യതകളുമുണ്ട്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം, BSc ഏവിയേഷൻ ഡിഗ്രിയുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. പൈലറ്റ് ആവുക എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് മെഡിക്കൽ ഫിറ്റ്നസ്സിന് തന്നെയാണ്. നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് Class 2 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നേടിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ പരിശീലനം പൂർത്തിയാകുന്ന സമയത്ത് നിങ്ങളൊരു Class 1 മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും നേടിയിരിക്കണം. ഈ ഒരു പ്രോഗ്രാമിൻ്റെ ട്രെയിനിങ് ഫീസ് പരിഗണിക്കുകയാണെങ്കിൽ 45 ലക്ഷം രൂപയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത്. ഇതുകൂടാതെ നിങ്ങൾക്ക് യൂണിഫോമിൻ്റെ ചാർജ്, നാവിഗേഷൻ, കമ്പ്യൂട്ടർ, ഹെഡ്ഫോൺസ് എന്നിവയ്ക്കായി അഡീഷണലായി 2.5 ലക്ഷം രൂപയും നിങ്ങൾ അടയ്ക്കേണ്ടതായി വരും. നിങ്ങൾ CPL പ്രോഗ്രാം, അതായത് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് പ്രോഗ്രാം തിരഞ്ഞെടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ടൈപ്പ് ട്രെയിനിങ്ങും തിരഞ്ഞെടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് ചില എയർക്രാഫ്റ്റുകൾ ഉപയോഗിക്കുന്നതിന് ഇത്തരം ചില ലൈസൻസുകൾ, ടൈപ്പ് ട്രെയിനിങ് സർട്ടിഫിക്കേഷൻസ് ആവശ്യമാണ്. നിങ്ങൾ എയർബസ് 320 അല്ലെങ്കിൽ ബോയിങ് 737 ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിൻ്റെ ടൈപ്പ് ട്രെയിനിങ് ഫീസ് എന്ന് പറയുന്നത് 17 ലക്ഷം രൂപയാണ്. ഇനി ATR 72 അല്ലെങ്കിൽ Q400 തുടങ്ങിയ എയർക്രാഫ്റ്റുകളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിൻ്റെ ടൈപ്പ് ട്രെയിനിങ് ചാർജ് എന്ന് പറയുന്നത് 19 ലക്ഷമാണ്. നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഹോസ്റ്റൽ സൗകര്യം ലഭിക്കുന്നതാണ്. ഏകദേശം 15,000 രൂപയാണ് ഹോസ്റ്റൽ ഫീസ് എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമിയിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് 3 ഘട്ടങ്ങളായാണ് നടത്തപ്പെടുന്നത്. ആദ്യമായിട്ടുള്ളത് ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എൻട്രൻസ് ടെസ്റ്റ് ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇതിനും ശേഷം ഒരു പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഈ 3 ടെസ്റ്റുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഓൺലൈൻ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയ് 24 ശനിയാഴ്ചയാണ് ഓൺലൈൻ എക്സാമിനേഷൻ നടത്തപ്പെടുന്നത്. ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷ്, മാത്സ്, ഫിസിക്സ്, റീസണിങ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നിവയാണ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു എക്സാമിന് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക. ഈ ഓൺലൈൻ എക്സാമിൽ മികച്ച മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഇൻ്റർവ്യൂ ജൂൺ 24 മുതൽ ആരംഭിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിനുശേഷമായിരിക്കും പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സൈക്കോമെട്രിക് ടെസ്റ്റ് നടത്തപ്പെടുന്നത്. നിങ്ങൾ ഏത് റിസർവേഷൻ കാറ്റഗറിയിലുള്ളവരാണ് എങ്കിലും പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സൈക്കോമെട്രിക് ടെസ്റ്റ് പാസ്സായി എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായി നിങ്ങൾ സന്ദർശിക്കുക igrua.gov.in. ഇനി ഈ ഒരു പ്രോഗ്രാമിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫീ പറയുകയാണെങ്കിൽ ജനറൽ, OBC, EWS വിഭാഗത്തിനുള്ളവർക്ക് 12,000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്. അതേസമയം SC, ST വിഭാഗത്തിലുള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ടതില്ല. ഓൺലൈനായി അപ്ലൈ ചെയ്യുന്നതിനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് മെയ് 2. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ഈ ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.